നമ്മൾ ആദ്യം കാണിച്ചത് ഈ ഉരുൾപൊട്ടി താഴേക്ക് ഒഴുകി വന്ന സ്ഥലത്തായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഉരുൾപൊട്ടി വന്നതിൻ്റെ ഉറവിടമാണ് നമ്മൾ മുകളിൽ കാണുന്നത്. നമുക്ക് തലയ്ക്ക് മുകളിലാണ്. നമുക്ക് ഏതാണ്ട് അറിയുന്ന പോലെ കിഴക്കാൻ തൂക്കായ ഒരു പ്രദേശമാണിത്. നേരെ നമ്മൾ മേളിൽ കാണുന്നത് പോലെ അവിടെ നിന്നാണ് ഉരുളും പാറക്കല്ലുകളും പൊട്ടി വലിയ തോതിൽ ഉഗ്രശബ്ദത്തോടെ പുലർച്ചെ 2-2:30 മണിക്ക് പൊട്ടി താഴേക്ക് വന്നത്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ വീടാണ്. ഈ മഷിക്കല്ലേൽ എന്ന് പറയുന്ന സുമതിയുടെയും രവിയുടെയും വീടാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. പക്ഷേ ഈ സ്ഥലത്താകെ ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് കാണും. കാഴ്ചയിൽ കാണാവുന്ന പോലെ അവരുടെ അടുക്കള മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ബാക്കി ഒരു വശത്തു കൂടി അല്ലെങ്കിൽ അവരുടെ വീട് പൂർണ്ണമായും ഇടിച്ചു നിരത്തി കൊണ്ടുപോയ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന അടുക്കളയുടെ അല്പശേഷിപ്പുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവിടെയാണ് പുലർച്ചെ 2:30 മണിക്ക് സുമതിയും കുടുംബവും ഇവിടെ ഉള്ളപ്പോഴാണ് അതിശക്തമായ മഴയിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. സുമതിയുടെ ഭർത്താവ് രവി ഈ ഉരുൾപൊട്ടി മുകളിൽ നിന്ന് വരുന്നത് കണ്ടുകൊണ്ട് സുമതിയെ കൈപിടിച്ച് ഓടാൻ ശ്രമിച്ചെങ്കിലും വഴുതി പോവുകയായിരുന്നു. സുമതി പിന്നീട് തെറിച്ച് പോവുകയും രവി മറ്റൊരു വശത്തേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവരുടെ അയൽപക്കത്തുള്ള ആളുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ സുമതി പെട്ടെന്ന് മണ്ണിനടിയിലേക്ക് പോവുകയും രവി മറ്റൊരു വശത്തേക്ക് തെറിച്ച് പോവുകയായിരുന്നു. മകനും ഇവിടെ ഒരു സ്ലാബിനടിയിൽപ്പെട്ടായിരുന്നു മകൻ കണ്ടെത്തിയത്. അങ്ങനെ ആളുകൾ ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം സ്ലാബിനടിയിലാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് വീടിൻ്റെ പടിയാണ്, വീട്ടുമുറ്റമാണിത്. വീടിൻ്റെ പടിയിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്താണ് അവരുടെ വീടുണ്ടായിരുന്നത്. ആ വീട് പൂർണ്ണമായും നാമാവശേഷമാക്കിക്കൊണ്ടാണ് ഉരുള് അടിച്ച് പോയിട്ടുള്ളത്, ഉരുള് തെറിച്ച് പോയിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ അവരുടെ വീട്ടിലെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ സാധന സാമഗ്രികളൊക്കെ അടക്കമുള്ളവ ഇവിടെ ഉണ്ട്. തൊട്ട് സമീപത്ത് ഇടതുവശത്തായിട്ടാണ് അവരുടെ അടുക്കള ഭാഗത്തിന് മാത്രമാണ് ശേഷിക്കുന്നത്. ബാക്കി മുഴുവൻ അവരുടെ വീട് തകർത്തുകൊണ്ടാണ് ഉരുള് താഴേക്ക് പോയത്. രതീഷിനെ ഈ സ്ലാബിനടിയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ വന്ന് അല്ലെങ്കിൽ പ്രദേശത്തുള്ള ആളുകളൊക്കെ വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ നമുക്ക് നൽകുന്ന വിവരം. നമുക്കറിയാവുന്ന പോലെ എത്രത്തോളം ശക്തമായിരുന്നു ഈ ഉരുൾപൊട്ടൽ എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. ഏതാണ്ട് വലിയ കിഴക്കാൻ തൂക്കായ മലയുടെ പ്രദേശത്തു നിന്ന് താഴേക്ക് ഉരുൾ പോയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വീടുള്ള പ്രദേശമാണ്. ഈ പ്രദേശം ആകെ നിലംപരിച്ചായ അവസ്ഥയിലാണുള്ളത്. മുകളിൽ നിന്നാണ് ഉരുൾ വന്നത്. അവിടെ നിന്ന് താഴേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. അവരുടെ വളർത്തുനായ അടക്കമുള്ള ഇവിടെ ഉണ്ട്. അത് അന്വേഷിച്ച് നടക്കുന്ന അല്പം ദുഃഖകരമായ മറ്റൊരു കാഴ്ച കൂടിയൊക്കെ കാണുന്നുണ്ട്. അവരെ 2 നായ്ക്കളാണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയത് വന്നപ്പോൾ. ആ നായ്ക്കളൊക്കെയും അവരെ കണ്ടെത്തി അവരെ അന്വേഷിച്ച് ഇതുവഴിയൊക്കെ പരക്കം പായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സുമതി രക്ഷപ്പെടുമെന്ന് ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചു വരുന്നെങ്കിൽ ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് മണ്ണിനടിയിൽ നിന്ന് സുമതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് ആകെ ശക്തമായ മഴ പുലർച്ചെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സമീപത്തൊക്കെയും അയൽവാസികളായിട്ടുള്ള ആളുകളുണ്ട്. സമീപത്തൊക്കെയും അയൽവാസികളായിട്ട് ആൾക്കാർ താമസിക്കുന്നതുണ്ട്. അവരോടൊക്കെയും ഇവിടുന്ന് അല്പം മാറി താമസിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ വീടിൻ്റെ പടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ പടിയിൽ നിന്ന് താഴേക്ക് കാണുന്നത് പോലെ ഒരു പക്ഷേ ദൂരത്തേക്ക് കാണാൻ സാധ്യത കുറവാണ്. അവിടെ കോടമഞ്ഞ് വല്ലാതെ ഉള്ളത് കൊണ്ട് തന്നെ താഴത്തോട്ടുള്ള കാഴ്ചകൾ മങ്ങിയ കാഴ്ചയായിരിക്കും. ഒരു പക്ഷേ ഈ പടിയിൽ നിന്നാണ് പടിയിലൂടെയാണ് ഒരുപക്ഷെ ഈ ഉരുള് പൊട്ടിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ വീട് നാമാവശേഷമായ സ്ഥിതിയാണ്. ഒരു ജീവൻ പൊലിഞ്ഞ അവസ്ഥയുണ്ട്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും വളരെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രദേശം എന്ന് തന്നെയല്ല, കിഴക്കാൻ തൂക്കായി താമസിക്കുന്ന ആളുകളൊക്കെയും വളരെ ശ്രദ്ധാപൂർവം വേണം. അതിശക്തമായ മഴ മണിക്കൂറുകൾ നിന്ന് പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് എങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം. ഏത് വിധേനയും അവിടെ നിന്ന് മാറാനുള്ള ശ്രമം നടത്തണമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ മറ്റൊരു സ്ഥലത്ത് മണ്ണ് വീണ് ഒരാളെ ഇപ്പോഴും രക്ഷപ്പെടുത്താനായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണത്. ഇടുക്കി വാഗമൺ കോലാഹലമേട്ടിലാണ്. അവിടെ വൈക്കം സ്വദേശിയായ പ്രഭാകരനാണ് ഇപ്പോൾ മണ്ണിനടിയിലുള്ളത്. ഏറെ മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോഴും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രഭാകരൻ ആ വീടിനടിയിലാണ് ഉള്ളത്. വീടിന് മുകളിലേക്കാണ് മണ്ണുള്ളത്. പ്രഭാകരൻ മാത്രമാണ് ഈ മണ്ണിനുള്ളിൽ പെട്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി ഏലപ്പാറയിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഉപ്പത്തറ മത്തായിപ്പാറയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായി. പോലീസുകാർ അവിടെ നിന്ന് മാറിയ ഉടൻ തന്നെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അവർ രക്ഷാപ്രവർത്തനത്തിനായി അവിടെ വന്നതാണ്. അപ്പോഴാണ് വലിയ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു പോലീസ് ജീപ്പ് പൂർണ്ണമായും മണ്ണിലടിയിൽ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വിവിധയിടങ്ങളിൽ അടിമാലിയിലെ കാര്യം പറയുകയാണെങ്കിൽ അടിമാലിയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ പാറക്കല്ല് അടർന്നു വീണ സാഹചര്യമുണ്ട്.
ചാക്കോച്ചി വളവിലാണ് അത്തരത്തിലുള്ള വലിയ പാറക്കല്ല് വീഴുകയും ഇപ്പോൾ അത് പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് ഗതാഗതം ഏതാണ്ട് ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്ന് വേണം പറയാൻ. ഒരു വരി ഗതാഗതം ഇപ്പോൾ അവിടെ യോഗ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശമാണ് അടിമാലിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഒക്കെയും വെള്ളം വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ മലവെള്ളപ്പാച്ചിലിൽ മച്ചിപ്ലാവ് 10-ാം മൈൽ അടങ്ങിയ മേഖലകൾ ആ ദേവിയാർപ്പുഴ കരകവിഞ്ഞെത്തിയപ്പോൾ പലയിടങ്ങളിലും വെള്ളത്തിലായ സ്ഥിതിയുണ്ട്. ഈ വണ്ടിപ്പെരിയാറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആശുപത്രിക്ക് സമീപത്തുള്ള വീടുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യാപകമായി വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറിയ സ്ഥിതിയുണ്ട്. ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിൽ ഏതാണ്ട് പാലത്തിനോട് അടുത്ത് തന്നെ വെള്ളം പെരിയാറിലൂടെ ഒഴുകുന്നു എന്നുള്ളത് ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയാണ്. പെരിയാർ ഒരുപക്ഷെ ഈ പ്രളയ സമയത്താണ് അത്രത്തോളം പെരിയാർ ഒഴുകി നമ്മൾ കണ്ടത് എങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥിതിയാണ് ഉള്ളത്. അങ്ങനെ ഇടുക്കിയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വലിയ ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ റെഡ് അലർട്ടാണ്. വളരെ ജാഗ്രത വേണമെന്നുള്ളത് ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണ്. ഏതായാലും വളരെ ദുഃഖകരമായ 2 മരണവാർത്തയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഒന്ന് ഇവിടെ നിന്നുള്ള അടൂർ മലയിൽ നിന്നുള്ള മരണവാർത്തയാണ്. അത് വളരെ ദുഃഖകരമായ ഒരു മരണവാർത്ത. അതോടൊപ്പം തന്നെ മറ്റൊരു മരണം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം. മരണം ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ള ആളുകൾ നമ്മളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മരണം പക്ഷേ ഔദ്യോഗികമായ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അവരെ മണ്ണടിയിൽ നിന്ന് ഇപ്പോഴും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ദാരുണമായ സംഭവങ്ങൾ ഈ കലിതുള്ളിയ മഴയ്ക്ക് മുമ്പിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത വല്ലാത്ത സ്ഥലത്താണ് ആൽവിൻ നിൽക്കുന്നത്.